ഒരിക്കൽ ഒരു ഗ്രാമത്തിലെ കുളത്തിൽ ഒരു കൊക്ക് താമസിച്ചിട്ടുണ്ടായിരുന്നു. ആ കുളത്തിലെ മീനുകളെ തിന്നിട്ടായിരുന്നു ആ കൊക്ക് ജീവിച്ചിരുന്നത്. അങ്ങനെ കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കൊക്ക് വയസ്സനായി. കൊക്കിന് മീനുകളെ ഒന്നും പിടിക്കാൻ വയ്യാതെയായി. ക്ഷീണിതനും അവശനുമായി. കുളത്തിലെ മീനുകളെ പിടിക്കാൻ വയ്യാതായതോടെ ഭക്ഷണത്തിന് എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കണമെന്ന് അവൻ തീരുമാനിച്ചു. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ അവൻ ഒരു സൂത്രം കണ്ടുപിടിച്ചു. എന്താണെന്നറിയാമോ? ഒരു ദിവസം അവൻ ആ കുളത്തിലുള്ള മീനുകളെയും തവളകളെയും ഞണ്ടുകളെയും എല്ലാവരെയും വിളിച്ചുകൂട്ടി. എന്നിട്ട് പറഞ്ഞു, ഈ ഗ്രാമത്തിലെ കർഷകർ ഈ കുളത്തിലെ വെള്ളം വറ്റിച്ച് കൃഷി ചെയ്യാൻ പോകുകയാണത്രേ. ഇവിടെ കൃഷി ചെയ്താൽ നമ്മൾ എങ്ങനെയാ ജീവിക്കുക? ഞാൻ എൻ്റെ ചിറകുകൾ ഉപയോഗിച്ച് പറന്നു പോകും. നിങ്ങളൊക്കെ എന്തു ചെയ്യും? ഇത് കേട്ട മീനുകളും ഞണ്ടുകളും തവളകളും വിഷമത്തിലായി. എല്ലാവരും കൊക്കിനോട് സഹായം ചോദിച്ചു. എല്ലാവരുടെയും അവസ്ഥ ആലോചിച്ച്, എനിക്ക് സങ്കടമുണ്ടെന്നും ഞാൻ നിങ്ങളെ എല്ലാവരെയും സഹായിക്കാമെന്നും കൊക്ക് പറഞ്ഞു. ദൂരെ കാട്ടിനപ്പുറത്തൊരു കുളമുണ്ട്. ആ കുളത്തിലേക്ക് പോകാമെന്നാണ് കൊക്ക് തീരുമാനിച്ചിരിക്കുന്നത്. ഇതു കേട്ട മീനുകളും ഞണ്ടുകളും തവളകളും ചോദിച്ചു, ഞങ്ങളെയും അവിടേക്ക് കൊണ്ടുപോകാമോ? അപ്പോൾ കൊക്ക് പറഞ്ഞു, ഞാൻ വയസ്സനായിട്ടുണ്ട്. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ എനിക്ക് ആരോഗ്യമില്ല. അതുകൊണ്ട് ഞാൻ ഓരോരുത്തരെയുമായി കൊണ്ടുപോകാം. അടുത്ത ദിവസം കൊക്ക് കുറച്ചു മീനുകളെയും എടുത്ത് ദൂരെയുള്ള കുളത്തിലേക്ക് എന്നും പറഞ്ഞ് ഒരു പാറയുടെ മുകളിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ നിന്നും മീനുകളെ കൊന്നു തിന്നുകയായിരുന്നു. ഇത് പല തവണയായി ആവർത്തിച്ചു. ആ കുളത്തിൽ ഒരു ബുദ്ധിമാനായ ഒരു ഞണ്ട് താമസിച്ചിരുന്നു. അടുത്ത ഊഴം ഞണ്ടിൻ്റെതായിരുന്നു. അങ്ങനെ ഞണ്ടിനെയും എടുത്ത് കൊക്ക് ആകാശത്തിലൂടെ പറന്നു. പകുതി വഴി എത്തിയപ്പോൾ ഞണ്ട് ചോദിച്ചു, വലിയ കുളം എവിടെയാണ്? കാടു കഴിഞ്ഞിട്ട് കുറെ ദൂരമായല്ലോ. ഇതു കേട്ട് കൊക്ക് ചിരിച്ചു. എന്നിട്ടു പറഞ്ഞു, നമ്മൾ എത്താറായി. ഞണ്ട് താഴേക്ക് നോക്കിയപ്പോൾ ഞണ്ടിന് സംശയമായി. താഴേക്ക് നോക്കിയപ്പോൾ ഒരു വലിയ പാറ ഞണ്ടു കണ്ടു. പാറ നിറച്ചും മീനുകളുടെ അസ്ഥിയായിരുന്നു. അപ്പോഴാണ് ഞണ്ടിന് കാര്യം പിടികിട്ടിയത്. മീനുകളെ പിടിച്ച് കൊക്ക് തിന്നുകയായിരുന്നു അത്രേ. കുളത്തിലേക്കുമെന്ന് പറഞ്ഞ് കൊക്ക് മീനുകളെ തിന്നുകയായിരുന്നോ? ഞണ്ടിന് ദേഷ്യം വന്നു. ഈ കൊക്ക് തന്നെയും തിന്നുമെന്ന് ഞണ്ടിന് ബോധ്യമായി. എന്നിട്ട് അവൻ രക്ഷപ്പെടാനുള്ള ഒരു പദ്ധതി തീരുമാനിച്ചു. അവൻ കൊക്കിന്റെ കഴുത്തിൽ ആഞ്ഞു പിടിച്ചു. കൊക്കിന് ശ്വാസം കിട്ടാതെയായി. അങ്ങനെ അവൻ കൊക്കിനെ കൊന്നുകളഞ്ഞു. കുളത്തിലുള്ള ബാക്കി മീനുകളെ എല്ലാം അവൻ രക്ഷിച്ചു. ഈ കഥയിൽ നിന്നും എന്താണ് മനസ്സിലായത് കൂട്ടുകാരെ? ആപത്തുള്ള സമയങ്ങളിൽ ബുദ്ധിയും ശക്തിയുമാണ് പ്രയോഗിക്കേണ്ടത്.